കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ്. എത്ര ശ്രമിച്ചിട്ടും പഠിക്കാനിരിക്കുന്നില്ല. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. ബാക്കി എല്ലാ കാര്യത്തിലും ആൾ ഓക്കെയാണ്. പക്ഷെ പഠിത്തത്തിന്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഒട്ടും താല്പര്യമില്ല. അത് മാത്രമല്ല, എഴുതേണ്ട കാര്യമൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഓടി രക്ഷപ്പെടലാണ് പരിപാടി, അല്ലേ? എന്താണ് ഇതിന്റെ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? കുട്ടിയെ നമ്മൾ LKG കൊണ്ട് ചേർക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെ, ചേർത്ത് അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഹോംവർക്കൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ കുട്ടിയിലേക്ക് പഠനത്തിന്റെ ഒരു ഭാരം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് സ്വാഭാവികമാണ് കുട്ടികൾക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ നമ്മൾ എന്താവും, കുട്ടിയെ വാശി പിടിച്ച് ഇരുത്താൻ വേണ്ടി ശ്രമിക്കും, കുട്ടിയെ എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെ ബഹളമായി, പ്രശ്നങ്ങളായി, പിന്നെ സൗണ്ടുകൾ കൂടി 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 വരും. കുട്ടിയുടെ ക്ലാസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ബഹളങ്ങളും കൂടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും, അല്ലെ? കുട്ടി ശരിക്കും ഈ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കും ചോദിച്ചാൽ, കുട്ടി ശരിക്കും മടുത്ത് തുടങ്ങും. പഠനം എന്ന് പറയുന്നത് വെറുപ്പായിട്ടുള്ള ഒരു കാര്യമായിട്ട് കുട്ടി കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടിക്ക് ഒരു വർക്ക് ഫ്രെയിം കൊടുക്കണം, അല്ലെ? സ്റ്റഡീസിന്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കണം. സ്റ്റഡി ഫ്രെയിം നമ്മൾ കൊടുക്കണം. ഈ സ്റ്റഡി ഫ്രെയിമിലേക്ക് എങ്ങനെ കുട്ടി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രീ ലേണിംഗ് സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അതാണ് ഈ ബേസ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി ഫ്രെയിമിലേക്കുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രീ സ്കിൽ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടത്? എന്താണ് പ്രീ സ്കിൽ ലേണിംഗ് എന്നൊക്കെ ഉള്ളത്, അതൊക്കെ പറയാം. അതിനുള്ള സമയം എനിക്കില്ല. എന്തായാലും ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം